എന്താണ് പൗരബോധം അല്ലെങ്കിൽ സിവിക് സെൻസ്? നമ്മൾ ഇന്ത്യക്കാർക്ക് അത്യാവശ്യം വേണ്ടതും വളരെ കുറവ് മാത്രം അളവിൽ നമ്മൾ പെർഫോം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് സിവിക് സെൻസ് അഥവാ പൗരബോധം എന്ന് പറയുന്നത്. പൗരബോധം അഥവാ സിവിക് സെൻസ് എന്നുള്ളത് നമ്മുടെ ചുറ്റുപാടിനെയും നമ്മുടെ സമൂഹത്തോടും നമ്മൾ പ്രകടിപ്പിക്കുന്ന ഭാവങ്ങളാണ്. ഈ സിവിക് സെൻസിൻ്റെ അടിസ്ഥാന ഒരു തത്വം അല്ലെങ്കിൽ അടിസ്ഥാന രൂപമെന്ന് പറയുന്നത് നമ്മുടെ നിയമങ്ങളെയും അതുപോലെ തന്നെ സാമൂഹിക മാനദണ്ഡങ്ങളെയും മറ്റുള്ളവരെയും അതുപോലെ തന്നെ നമ്മുടെ പൊതു സ്വത്തിനെയും മാനിക്കുന്നതാണ്. വളരെ ചുരുക്കത്തിൽ അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ പറയണമെങ്കിൽ ഒരാൾ സമൂഹത്തിൽ ശുചിത്വവും അതുപോലെ തന്നെ സമാധാനവും നിലനിർത്തുവാനുള്ള ഉത്തരവാദിത്തമാണ് പൗരബോധം എന്ന് പറയുന്നത്. ഈ പൗരബോധം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് നമ്മുടെ നാടിനെ ശുചിത്വത്തിലേക്കും അതുപോലെ തന്നെ ഒരു നല്ല സമൂഹത്തെ രൂപപ്പെടുത്തുവാനും എല്ലാവരുടെയും അവകാശങ്ങളെ സംരക്ഷിക്കുവാനും സാധിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ പോലെ വേഗത്തിൽ പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക് ഈ പൗരബോധത്തിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് ഒരു വലിയ പങ്ക് വഹിക്കുന്നതാണ്. അതായത് ഈ നമ്മുടെ നഗരവൽക്കരണവും ജനസംഖ്യയും നമ്മുടെ വൈവിധ്യവും എല്ലാം ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഓരോ വ്യക്തിയും, അതായത് ഇന്ത്യയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരനായിട്ട് ജനിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും ഈ ഒരു സിവിക് സെൻസോട് കൂടി പെരുമാറുക എന്ന് പറയുന്നത് ഒരു വളരെ വലിയ കാര്യമാണ്. ഈ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതിനുപരി പൗരബോധം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സമൂഹത്തിലുള്ള സ്ഥാനത്തെക്കുറിച്ചുള്ള ബോധവുമാണ്. പൗരബോധം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സാമൂഹിക അടിസ്ഥാനമായിട്ടുള്ള മാനദണ്ഡങ്ങളാണ്. നമ്മൾ നമ്മുടെ നാട്ടിൽ പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് പൗരബോധത്തോടെ പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഒന്ന് ശുചിത്വം, ഇനിയൊന്ന് നമ്മുടെ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക എന്നുള്ളത്. പിന്നെ നമ്മുടെ പൊതു സമ്പത്തിനെ നമ്മൾ കാത്തു സൂക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ അഭിവാദ്യം ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ പരിസ്ഥിതിയുടെ ഉത്തരവാദിത്തം അഥവാ നമ്മുടെ നാച്ചുറൽ റിസോഴ്സിനെ നമ്മൾ പരിരക്ഷിക്കുക എന്നുള്ളത്. ഈ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു 4-5 പോയിന്റുകൾ നമുക്ക് വളരെയധികം കുറവാണെന്ന് എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിലെ എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ സാധിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുചിത്വം ആദ്യത്തെ ഒരു പോയിന്റാണ്. ശുചിത്വം എന്ന് പറയുന്നത് എന്താണ്? ശുചിത്വം നമ്മൾ മാലിന്യങ്ങൾ പൊതുവഴിയിൽ തള്ളാതിരിക്കുക. അതുപോലെ തന്നെ പക്ഷെ നമ്മുടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ നാട്ടിലാണെങ്കിലും ശരി, ഇല്ലേ കേരളം വിട്ടുള്ള അതർ സംസ്ഥാനങ്ങളിലാണെങ്കിലും ശരി, നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടയിലുള്ള മാലിന്യങ്ങൾ കൊണ്ട് റോഡ് സൈഡിൽ തള്ളുക, അല്ലെങ്കിൽ വെള്ളം ഒഴുകി പോകാനുള്ള ഓടയ്ക്കുള്ളിൽ കൊണ്ടിട്ടിട്ട് വെള്ളം തടഞ്ഞു നിന്ന് അവിടെ കൊതുകുകൾ പെരുകാൻ സാധ്യമാവുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ മാലിന്യങ്ങളെല്ലാം നമ്മൾ പൊതുവഴിയിലേക്ക് വലിച്ചെറിയുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നും ഇത് ഒഴിവാകുകയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒരു ശല്യമാവുകയുമാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു പൗരബോധത്തിൻ്റെ കടമകളാണ്, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. പിന്നീട് വരുന്ന ഒരു കാര്യമാണ് ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും വണ്ടി ഓടിക്കാൻ അറിയാം എന്നുള്ളതല്ലാതെ എങ്ങനെ ഒരു പൊതുനിരത്തിൽ എങ്ങനെ റോഡ് മാനേഴ്സുകൾ പാലിച്ചുകൊണ്ട് വണ്ടി ഓടിക്കണം എന്നറിയാതെ വണ്ടി ഓടിക്കുന്നവരാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും. ഇത് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും. അനാവശ്യമായിട്ടുള്ള ഹോണടികൾ, അതായത് ഒരു വഴിയിൽ നിന്ന് ഇടവഴിയിലേക്ക് തിരിയുമ്പോൾ ഇൻഡിക്കേറ്റർ ഇടാൻ സാധിക്കാത്ത ഓട്ടോക്കാരും, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ പുറകിൽ നിന്ന് വന്ന് ആ ഇൻഡിക്കേറ്റർ ഇട്ടതിന് ഓൺ അടിക്കുന്ന കുറേ ആളുകൾ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ രാത്രിയിൽ പോകുമ്പോൾ ഡിം അടിക്കാതെ ബ്രൈറ്റ് ലൈറ്റ് ഇട്ടുകൊണ്ട് പോകുന്ന മറ്റുള്ളവർ, ഇതെല്ലാം ട്രാഫിക് നിയമങ്ങൾ പാലിക്കാത്ത ആളുകളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ട്രാഫിക് നിയമങ്ങളുമാണ്, അതുപോലെ തന്നെ നമ്മുടെ പൗരബോധത്തിൽ പെടുന്നതുമാണ്. അടുത്ത ഒരു പോയിന്റാണ് പൊതുസമ്പത്തിനെ നമ്മൾ മാനിക്കുക. അതായത് നമ്മുടെ സർക്കാരിൻ്റെ സമ്പത്തുകൾ നമ്മുടെ സമ്പത്തുകളാണ്. പൊതു സ്വത്തുക്കൾ, നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡുകൾ, ഇതൊക്കെ നശിപ്പിക്കുന്ന ഒരുപാട് പ്രവണതകൾ നമ്മൾക്കുണ്ട്. ഏറ്റവും ബേസിക്കായിട്ട് തുടങ്ങുന്നത് കലാലയ രാഷ്ട്രീയത്തിൽ സ്ട്രൈക്കുകൾ വിളിക്കുകയും ഗവൺമെൻറ് സ്ഥാപനങ്ങളിലെ അല്ലെങ്കിൽ ഗവൺമെൻറ് ബസ്സിനെ കല്ലെറിയുകയും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കോളേജിൽ നിന്നോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നോ ഒക്കെ പഠിച്ചു വരുന്നതാണ്. അടുത്ത ഒരു പോയിന്റാണ് അഭിവാദ്യം ചെയ്യുന്ന ഒരു രീതി. പൊതുസ്ഥലങ്ങളിൽ ഒച്ച വയ്ക്കാതിരിക്കുക മറ്റുള്ളവരോട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മൾ നമസ്കാരം പറയുക, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് പറയുക, അഭിവാദ്യം ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാലിക്കുന്ന ഒരു തലമുറയെ ഇപ്പോൾ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. പിന്നെ ഉള്ള ഒരു പോയിന്റാണ് പരിസ്ഥിതിയുടെ ഉത്തരവാദിത്തം. അതായത് നമ്മുടെ പൊതുവായിട്ടുള്ള കുറച്ച് റിസോഴ്സസ് ഉണ്ട്. ഒന്ന് നമ്മുടെ വൈദ്യുതി,
നമ്മുടെ ജലാശയങ്ങൾ, അതുപോലെ തന്നെ മരങ്ങൾ നട്ടു വളർത്തുക. ഇതൊക്കെ നമുക്ക് വളരെയധികം കുറവാണെന്ന് തന്നെ പറയാം. വെള്ളം മലിനമാക്കുന്ന ഒരുപാട് പ്രവർത്തികൾ നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന മരത്തൈകൾ പോലും പറിച്ചു കളയുന്ന സാമൂഹിക വിരുദ്ധരുള്ള നാടാണ് നമ്മുടേത്. അപ്പോൾ ഈ സിവിക് സെൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൗരബോധം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയുള്ള ഗുണങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, സാമൂഹിക ഐക്യം രൂപപ്പെടും. അതായത് പൗരബോധമുള്ളവർ തമ്മിൽ ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അത് അവർ തമ്മിലുള്ള തർക്കങ്ങൾ കുറയ്ക്കുന്നു. രണ്ട്, സാമൂഹിക ആരോഗ്യം. ഇതിലൂടെ ഈ പൗരബോധം നമ്മൾ അല്ലെങ്കിൽ സിവിക് സെൻസ് പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി നമ്മളുടെ സാമൂഹിക ആരോഗ്യം വർദ്ധിക്കുന്നു. അതായത് ശുചിത്വം പാലിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ രോഗങ്ങൾ കുറയുന്നു. മികച്ച ജീവിത നിലവാരങ്ങൾ വരാൻ പൗരബോധം നമ്മളെ സഹായിക്കുന്നു. അതായത് മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ പൊതു സമ്പത്തിനെ നശിപ്പിക്കാതിരിക്കുന്നത് നമ്മളെ മുന്നോട്ട് നയിക്കുന്നു. ശരിക്കും ഈ പൗരബോധം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ ദിവസേനയുള്ള ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാൻ സാധിക്കും. വീട്ടിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് നമ്മളുടെ കുട്ടികൾക്ക് ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളത്. മറ്റുള്ളവരെ, അതായത് മൂത്തവരാണേലും ശരി, ഇല്ലെങ്കിൽ ഇളയവരെ കണ്ടാലും അഭിവാദ്യം ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഒരു നല്ല പൗരനാക്കാനുള്ള ഒരു മാർഗമാണ്. നമ്മുടെ കുട്ടികളെ ശുചിത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുക, റോഡിൽ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക, അതുപോലെ തന്നെ കാൽനടക്കാർക്കുള്ള വഴികൾ ഒഴിവാക്കി കൊടുക്കുക, അതുപോലെ തന്നെ സീബ്ര ലൈനുകളിൽ കൊണ്ട് വണ്ടി നിർത്താതിരിക്കുക, വണ്ടി ടേണിങ്ങിലേക്ക് തിരിയുമ്പോൾ ഇൻഡിക്കേറ്റർ ഇടുക, പുറകിൽ വരുന്ന വണ്ടികൾക്ക് അതിൻ്റെ സിഗ്നലുകൾ കൊടുക്കുക. ഇതൊക്കെ നമ്മൾ റോഡിൽ പാലിക്കാൻ പറ്റുന്ന കുറച്ച് സിവിക് സെൻസുകളാണ്. പൊതു ഇടങ്ങളിൽ ശബ്ദം താഴ്ത്തി സംസാരിക്കുക, പൊതു ബസ്സുകളിൽ, അതായത് അർഹിക്കപ്പെട്ട സീറ്റുകളിൽ, അതായത് ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുക. ഓഫീസിൽ അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ സമയത്തെ മാനിക്കുക, അതുപോലെ തന്നെ നമ്മളുടെ സഹപ്രവർത്തകർക്ക് ബഹുമാനം കൊടുക്കുക, പരിസ്ഥിതിയെ നന്നായിട്ട് നോക്കുക. ഒരു പൊതു പരിപാടിക്ക് നമ്മൾ പോകുകയാണെങ്കിൽ അവിടുത്തെ ശബ്ദത്തെ നിയന്ത്രിക്കുക, അതുപോലെ തന്നെ ആ പരിപാടി കഴിയുമ്പോൾ അവിടെ സ്ഥലങ്ങൾ വൃത്തിയാക്കിയിടുക. ഇതൊക്കെ നമുക്ക് ഓരോ വ്യക്തിക്കും ശീലിക്കാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളാണ്. ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യങ്ങളിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട്. ഇന്ത്യയിലെ ഒട്ടുമിക്ക എന്നല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പൗരബോധത്തിൻ്റെ കുറവുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് പൗരബോധം കുറവാകുന്നത്? അതിൻ്റെ മെയിനായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് പറയുന്നത്. അതായത് ഒന്ന്, ശരിക്കുമുള്ള ബോധവൽക്കരണം നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല. അതുപോലെ തന്നെ കർശനമായ നിയമങ്ങളില്ല. ജനസംഖ്യാ വർധനവ്, അതായത് കുറവുള്ള സ്ഥലങ്ങൾ കൂടുതലാണ്. കുറ്റങ്ങളെ ന്യായീകരിക്കുന്ന മനോഭാവങ്ങൾ, നമ്മുടെ മുനിസിപ്പൽ സംവിധാനങ്ങളുടെ ഒരു കാര്യക്ഷമത കുറവ്, ഇതൊക്കെയാണ് ഈ ഒരു പൗരബോധത്തിൻ്റെ കുറവുകൾ മുമ്പോട്ട് കാണിക്കുന്ന ഘടകങ്ങൾ. നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ സിവിക് സെൻസ് മെച്ചപ്പെടുത്താൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ പൗരബോധത്തെ എങ്ങനെയൊക്കെയാണ് നമുക്ക് വളർത്താൻ സാധിക്കുക? ഒന്ന്, വിദ്യാഭ്യാസം. സ്കൂളുകളിൽ പൗരബോധത്തെക്കുറിച്ചുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളിക്കുക. മാധ്യമങ്ങൾ, സർക്കാർ ഏജൻസികൾ അല്ലെങ്കിൽ NGOകൾ ഇവയെല്ലാം ഉപയോഗിച്ച് പൊതുജന ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുക. അതുപോലെ തന്നെ പൊതുജനങ്ങൾ ഇത് നടത്തുന്നുണ്ടോ എന്നറിയാൻ വീടുകളിൽ പരിശോധന ലഭ്യമാക്കുക. കർശനമായിട്ടുള്ള പിഴയും അതുപോലെ തന്നെ ശിക്ഷയും കൊടുക്കുക. നല്ല പ്രവർത്തനങ്ങൾക്കും നല്ല മാതൃകകൾക്കും അവാർഡുകൾ നൽകുക. കർശനമായിട്ടുള്ള ഒരു മാലിന്യ സംസ്കരണം നമ്മുടെ നാട്ടിൽ വളരെ അത്യാവശ്യമാണ്. ഈ പൗരബോധം എന്ന് പറയുന്നത് നിയമങ്ങൾ പാലിക്കുന്നതിൽ മാത്രമല്ല, പരസ്പരമായിട്ടുള്ള ബഹുമാനത്തെയും ഉത്തരവാദിത്വത്തെയും വളർത്തലാണ്.